വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 4 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ 3ാം സെമസ്റ്ററിലെയും 5ാം സെമസ്റ്ററിലെയും കോളേജ് ട്രാൻസ്ഫറിൻ്റെ റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്ത് അഡ്മിഷൻ വിഭാഗത്തിൽ കോളേജ് ട്രാൻസ്ഫറിൻ്റെ പോർട്ടൽ ഓപ്പൺ ചെയ്ത് അതിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസ് ലോഗിൻ എന്ന് കാണാം. ഈ സ്റ്റുഡൻസ് ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നത്. നിങ്ങൾ സ്റ്റുഡൻസ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിൽ നിങ്ങൾ ക്യാപ് ഐ ഡി സെക്യൂരിറ്റി കീ കൊടുക്കുന്നു, അതോടുകൂടി നിങ്ങളിത് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് അഡ്മിഷൻ നടപടികൾ എന്നതിനെക്കുറിച്ച് നോക്കാവുന്നതാണ്. അബിൽ ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്താൽ ഏതുപോലെ ഉണ്ടാവും നമുക്ക് നോക്കാവുന്നതാണ്. ഇതാണ് സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്താൽ ഈ വിദ്യാർത്ഥി ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ BSc സൈക്കോളജി ഓണേഴ്സിന് ഇൻഡെക്സ് മാർക്ക് 5 ആണ്, 10 ആണ് റാങ്ക്. അപ്പോൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ സർവ്വശാലയുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പർ മുഖാന്തരം ബന്ധപ്പെട്ട കോളേജിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾ കോളേജിൻ്റെ നമ്പർ അറിയെങ്കിൽ ആ കോളേജിൽ ബന്ധപ്പെടുക. 14/7/2026 വൈകുന്നേരം 2 മണിക്ക് മുമ്പായി ട്രാൻസ്ഫർ നടപടികൾ പൂർത്തിയായി. നിങ്ങൾക്ക് ഏതാ കോളേജ് വേണ്ടത് ആ കോളേജുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇങ്ങനെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ അഡ്മിഷന് സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ 10, 15, 20 റാങ്ക് ആണെങ്കിൽ ചിലപ്പോൾ 2, 3 സീറ്റ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അവർ പറയുന്ന നിർദ്ദേശത്തിന് അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ അഡ്മിഷന് കോളേജിൽ പോകേണ്ടത്. അല്ലാതെ നേരത്തെ കോളേജിൽ പോയി നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്. പിന്നെ ട്രാൻസ്ഫർ ലഭിക്കുന്ന കോളേജിൽ വിദ്യാർത്ഥികൾ TC ഹാജരാക്കണം. എന്ന് പറഞ്ഞാൽ എനിക്ക് റാങ്ക് 1ാം റാങ്ക് ആണ്, ഞാൻ TC നിങ്ങൾക്ക് നിലവിലുള്ള കോളേജിൽ നിന്ന് TC വാങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പോൾ TC വാങ്ങരുത്. അതിന് യൂണിവേഴ്സിറ്റി നിങ്ങൾ അപേക്ഷ കൊടുത്ത് നിങ്ങൾ ഇതിൻ്റെ ഘട്ടമായിട്ട് നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു. അഡ്മിഷന് കോളേജിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളുണ്ടാവും. ഈ നിർദ്ദേശങ്ങളൊക്കെ അടിസ്ഥാനത്തിൽ ഇത് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങളുടെ പേപ്പറും എല്ലാം സബ്മിറ്റ് ചെയ്യും. അങ്ങനെ യൂണിവേഴ്സിറ്റി ഇത് ഓർഡറായിട്ട് ഇറക്കും. നിങ്ങളെ ട്രാൻസ്ഫർ ഒരു ഓർഡറായിട്ട് ഇറക്കണം. നിങ്ങളെ പേരൊക്കെ വെച്ചിട്ട് ഒരു ഓർഡർ യൂണിവേഴ്സിറ്റി ചെയ്യേണ്ട ഇറങ്ങും. ആ ഓർഡർ വന്നു കഴിഞ്ഞാൽ മാത്രമേ TC വാങ്ങേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് ട്രാൻസ്ഫർ ലഭിക്കുന്ന കോളേജിൽ വിദ്യാർത്ഥികൾ TC ഹാജരാക്കേണ്ടതില്ല. ഇത് സംബന്ധിച്ച തുടർ അറിയിപ്പ് സർവകലാശാല പിന്നീട് നൽകുന്നതാണെന്ന് പറയുന്നു. നിലവിൽ വിദ്യാർത്ഥി പഠിക്കുന്ന കോളേജ് പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ മുൻ സെമസ്റ്ററുകളുടെ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ 3rd സെമസ്റ്റർക്കാണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ടാണ് വന്നിട്ടുണ്ടാകുക. അതിൻ്റെ റിസൾട്ടിൻ്റെ കോപ്പി നിലവിൽ പഠിക്കുന്ന കോളേജിലെ പ്രിൻസിപ്പളും സാക്ഷ്യപ്പെടുത്തണം, അയാളുടെ പ്രിൻസിപ്പാളുടെ ഒപ്പ് വാങ്ങണം. പിന്നെ കോളേജ് ട്രാൻസ്ഫർ വഴി പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ റാഗിംഗ് പോലുള്ള പ്രവർത്തനം ഏർപ്പെടില്ലെന്ന് മാതൃ കോളേജ് പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ആദ്യത്തെ കോളേജിൽ നിന്ന് നിങ്ങൾ റാഗിങ്ങിലൊന്നും ഉൾപ്പെടില്ല എന്നുള്ള ഒരു പ്രവർത്തനം ഏർപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ മുൻ ഫസ്റ്റ് ഇയർന്ന് നിങ്ങൾ റാഗിങ് പോലുള്ള കാര്യങ്ങൾ ഇടപെട്ടില്ല എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഓക്കെ, സാധുവായ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ്. അതൊക്കെ നിങ്ങളിപ്പോൾ പഠിക്കുന്ന കോളേജിൽ നിന്ന് വാങ്ങേണ്ട കാര്യങ്ങളാണ്. 3, 5 സെമസ്റ്ററുകൾ വിദ്യാർത്ഥി നേടിയ ഹാജർ സംബന്ധിച്ച മാതൃ കോളേജ് പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 3ാം സെമസ്റ്ററിൽ ട്രാൻസ്ഫർ ഇങ്ങനെ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ 3ാം സെമസ്റ്ററിലെ ഇതുവരെ ജൂൺ 1 മുതൽ ഇന്ന് വരെ അല്ലെങ്കിൽ നാളെയാണ് നിങ്ങൾ വാങ്ങുന്നത്, നാളെ വരെയുള്ള അറ്റൻഡൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. നിങ്ങൾക്ക് ഇത്രയാണ് നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് അറ്റൻഡൻസ് ഉള്ളത് എന്നുള്ളത്. ഓക്കെ, അത് അവിടെ കൊണ്ടുപോയി പല വിദ്യാർത്ഥികളും കോളേജ് ട്രാൻസ്ഫർ ഞാൻ കോളേജിൽ മാറാൻ പോവുകയാണ്, അതുകൊണ്ട് ജൂണിലൊക്കെ പോകാതെ ഇരുന്നിട്ടുണ്ട്. അവർക്ക് ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കേസായിരിക്കും. കോളേജിൽ ചിലപ്പോൾ 0% ഇട്ടോ അല്ലെങ്കിൽ 10% ഒക്കെ ഇട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മാസങ്ങളിൽ ലീവ് എടുക്കാതെ പോകേണ്ടി വരും. അതാണ് അതിൻ്റെ പ്രശ്നം. 5ാം സെമസ്റ്ററിലാണെങ്കിൽ 5ാം സെമസ്റ്ററിൽ ഇതുവരെയുള്ള അറ്റൻഡൻസ്. മറ്റു യോഗ്യതാ സർട്ടിഫിക്കറ്റിൽ നേറ്റിവിറ്റി, കമ്മ്യൂണിറ്റി, നോൺ ക്രിമിനൽ കോളേജിൽ നിന്ന് പറയുകയാണെങ്കിൽ ആ കോട്ടയിലൊക്കെ കിട്ടുകയാണെങ്കിൽ അവരതിനുള്ള നിർദ്ദേശങ്ങൾ കോളേജിൽ നിന്ന് പറയും. നേറ്റിവിറ്റി വേണോ കമ്മ്യൂണിറ്റി വേണോ എന്നുള്ളത് പറയുകയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിർബന്ധമായി വേണം. പിന്നെ കോളേജ് ട്രാൻസ്ഫർ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഇതിൽ ഓൺലൈനിൽ ട്രാൻസ്ഫറിന് കൊടുത്തതിൻ്റെ പ്രിൻ്റ് ഔട്ട്. ഓക്കെ, ഇതിൽ നോക്കുക, ഇതിലാണ് ഉണ്ടാവുക അപ്ലിക്കേഷൻ പ്രിവ്യൂ. ഇവിടെ ഈ അപ്ലിക്കേഷൻ പ്രിവ്യൂവിൽ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്താണ് ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ട്. ഓക്കെ, ഈ പ്രിൻ്റ് ഔട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കൊടുക്കണം. ഈ ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ടിൽ ആ പ്രിൻ്റ് ഔട്ട് വളരെ അധികം റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ എടുത്ത് വായിക്കുന്നത്. ഓക്കെ, അതുപോലെ സർവകലാശാല ഈ പേയ്മെൻറ്റ് സംവിധാനം ഉപയോഗിച്ച് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ 415 രൂപയുടെ ചലാൻ അടക്കണം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എന്ത് ചെയ്യണം, പേയ്മെൻറ്റിൽ ഗൂഗിളിൽ കയറിയിട്ട് പേയ്മെൻറ്റ് ചെയ്യണം.
ഓൺലൈനിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പേയ്മെൻറ്റ് ഗൂഗിളിൽ കയറുക, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പേയ്മെൻറ്റ് പോർട്ടൽ അത് ഓപ്പൺ ചെയ്തു. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് പോർട്ടൽ ഇൻസ്റ്റൻറ്റ് പേ ഇതിൽ ക്ലിക്ക് ചെയ്തു. എന്താണോ പർപ്പസ് ഇവിടെ പറയുന്നുണ്ട്, ഫീ ഫോർ കോളേജ് ട്രാൻസ്ഫർ. അപ്പോൾ അതിലെന്ത് ചെയ്യുക, ഫീ ഫോർ കോളേജ് ട്രാൻസ്ഫർ ഉണ്ടാവും. ഇതിൽ സെർച്ച് ചെയ്യണം. എന്താ ഈ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, നെയിം കൊടുക്കുന്നു, അഡ്രസ്സ് കൊടുക്കുന്നു, എമൗണ്ട് എത്രയാണ് പറഞ്ഞത്, 415 രൂപ എമൗണ്ട് കൊടുക്കാം. ഇനി നിങ്ങളിപ്പോൾ പ്രഖ്യാപിച്ച റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പരാതികൾ ഉണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായിട്ട് ഈ transfer@usc.ac.in എന്ന വിലാസത്തിലേക്ക് അയക്കുക, അല്ലെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. ആ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ചെയ്യുക. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ കോളേജുമായി കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളതും കൂടി അറിയിക്കുകയാണ്. ബാക്കി അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളതൊക്കെ ആ കോളേജിൽ തന്നെ വിളിച്ച് നിങ്ങൾ ബന്ധപ്പെടുകയാണ് വേണ്ടത്. എന്നോടായിരിക്കും മുതൽ ചോദിക്കുക അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. ആ കോളേജുമായി നിങ്ങൾ ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു.